നമസ്കാരം, എല്ലാവർക്കും സത്താൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്താൻ മെനുവിൽ ഞാനൊരു സിമ്പിളായിട്ടുള്ള തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. ബീട്രൂട്ട് തോരനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ബീട്രൂട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ നമുക്ക് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഗ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം, ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തോരൻ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും. എന്തായാലും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം. ഒരു 4 ചെറിയുള്ളി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള എടുക്കുമ്പോൾ ചെറിയൊരു കഷ്ണം മതി. ഇപ്പം ഞാനിവിടെ ഒരു ചെറിയ സവോളയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം സവോള അധികമായാലും ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ ബീട്രൂട്ടിന് മധുരമാണ്, അപ്പോൾ അതൊരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ട് നമ്മൾ ഈ സവോള ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം, അതേപോലെ തന്നെ ഉണക്കമുളക് ചേർക്കാം എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബീട്രൂട്ട് നല്ല ഇളം ബീട്രൂട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല വാട്ടർ കണ്ടൻറ് ഉണ്ട്. അപ്പം ഇതുപോലുള്ള ബീട്രൂട്ട് എടുക്കുമ്പോൾ അധികം നിങ്ങൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് കുഴഞ്ഞിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും അധികം ബീട്രൂട്ട് വേവിക്കരുത്. അപ്പോൾ ജസ്റ്റ് വെന്ത് വന്നാൽ തന്നെ നമ്മളിത് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവോളയും ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഒരുപാട് സമയം വേവിക്കണ്ട, കാരണം ഇതിന് കുറച്ച് സമയമേ ഉള്ളൂ വേവ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അതാ ഏകദേശം ഒരു 5 മിനിറ്റ് ആവാറായിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുഴഞ്ഞാണ് ഇരിക്കുന്നത്, കാരണം ഇതിനകത്ത് നല്ല വെള്ളം ഉണ്ടായിരുന്നു. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലായി നല്ല വാട്ടർ കണ്ടൻറ്റുള്ള ഇളം ബീട്രൂട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിങ്ങനെ കുഴഞ്ഞിരിക്കില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിതെന്തായാലും കുറച്ച് നേരം തുറന്ന് വെച്ച് വേവിക്കുവാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. പക്ഷേ ഞാനത് അധികം വേവിക്കുന്നില്ല, കാരണം പച്ചക്കറികൾ നമ്മൾ ഓവറായിട്ട് ഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് ഞാൻ അധികം ഡ്രൈ ആക്കി എടുക്കുന്നില്ല. എനിക്കിങ്ങനെ ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ടെക്സ്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ നിങ്ങൾ സ്ക്വയറായിട്ട്, അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം, കാരണം ഇതുപോലെ ഇങ്ങനെ കുഴഞ്ഞിരിക്കില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 സ്പൂണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അടച്ചു വെക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ ബീട്രൂട്ടും തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പിടി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റിനേക്കാളും ഞാനത് ഹെൽത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് ബീട്രൂട്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ബീട്രൂട്ട് നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും മാക്സിമം ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ബീട്രൂട്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സത്താൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്